അങ്ങനെ വി ഡി സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വളരെ സ്വാഗതാർഹപരമായൊരു കാര്യം. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്നൊരു തീരുമാനം. കാരണം ഒരു ജനവികാരം പൂർണ്ണമായും ഈ ഇലക്ഷനിൽ വി ഡി സതീശന് അനുകൂലമായിരുന്നു എന്നുള്ളത് അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും റിസൾട്ട് വന്നു കഴിഞ്ഞുമുള്ള മൊത്തത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു, വളരെ പ്രതിസന്ധികളുണ്ടായിരുന്നു. ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ തങ്ങളുടെ കൂടെ സ്വന്തം സഹചാരിയായിട്ട് നടക്കുന്നവരെ വിഷമിപ്പിക്കുന്ന തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളാൻ, പ്രത്യേകിച്ച് പാർട്ടിയുടെ സിസ്റ്റം മുഴുവൻ അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു സാഹചര്യമാണ്. അങ്ങനെ അത്രയും വലിയ പ്രതിസന്ധികൾക്ക് നടുവിലും ഇത്രയും മികച്ച ജനങ്ങളോട് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ജനങ്ങളെ ഭരിക്കണം. അതാണല്ലോ ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി അവരെ ഭരിക്കണം. ജനങ്ങൾ സാധാരണയൊക്കെ ഗതിയിൽ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോകുന്ന ദിവസം മാത്രമേ ജനത്തിന് വിലയുള്ളൂ. വോട്ട് പെട്ടിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമയം മുതൽ പിന്നെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചുള്ള അവന് ഒരു പട്ടിയുടെ വില പോലും ഇല്ല. അതാണ് സത്യത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിനു മുമ്പ്. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഇപ്രാവശ്യം നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ കൃത്യമായിട്ട് വോട്ട് ചെയ്തപ്പോൾ ആ ദിവസം മാത്രമല്ലായിരുന്നു വില അവർക്ക്. അതിനുശേഷം ആ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ആ വലിയ പ്രോസസ്സിൻ്റെ ഭാഗമാകാനും അതിൽ കൃത്യമായി ഇൻഫ്ലുവൻസ് ചെയ്യാനും ആ ജനവികാരത്തിനനുസരിച്ച് തീരുമാനം പാർട്ടി ഹൈക്കമാൻഡിനെ കൊണ്ട് എടുപ്പിക്കാനും കഴിയുന്ന തലത്തിലേക്ക് ഈ ജനാധിപത്യം വളർച്ച പ്രാപിച്ചു എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ഈ ഒരു തീരുമാനത്തിലൂടെ കേരളത്തിൽ നമുക്ക് പ്രകടമായി കാണാൻ സാധിച്ച ഒരു കാര്യം. വോട്ട് ചെയ്ത ആ ഒരു ദിവസം കഴിഞ്ഞും അതിൻ്റെ ആ ഒരു എൻഡ് പ്രോസസ്സായ സംസ്ഥാനം ആര് ഭരിക്കുന്നു എന്നുള്ള ആ വലിയ തീരുമാനത്തിൻ്റെ ഭാഗമാകാനും ഇപ്രാവശ്യം പൊതുജനത്തിന് കഴിഞ്ഞു. അതുവഴി ജനാധിപത്യ പ്രക്രിയ കുറേയും കൂടെ അർത്ഥവത്തായി എന്ന് വേണം കാണാൻ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയും, ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോയിട്ട് എന്താ കാര്യം, വോട്ട് ചെയ്താൽ എന്നാ, നമുക്കെന്ത് കൊണ്ട് നേട്ടമെന്നൊക്കെ. ഇന്നിപ്പോൾ വോട്ട് ചെയ്യുന്ന നമ്മൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന തലത്തിലേക്ക് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു എന്നിടത്ത് അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ മാറുകയാണ്. വളരെ നല്ലൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ശരിയാണ്, മെയ് 4-ാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞ് ഇന്ന് 14-ാം തീയതി ആണ് അങ്ങനെയൊരു തീരുമാനം വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഇച്ചിരി ഒരുപാട് ഡിലേ ആയിപ്പോയി എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഒരേപോലെ തോന്നിയൊരു കാര്യമുണ്ട്. ഈ ഹൈക്കമാൻഡ് എന്താണ് ഇങ്ങനെ ഇവർ കാണിക്കുന്നത്, ശരിയല്ല, തെറ്റാണ്, ഇത്രയും നീട്ടിക്കൊണ്ടിരുന്ന് പോകാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. ഇല്ലെന്ന് പറയുന്നില്ല. ഇച്ചിരി ഡിലേ ആയിപ്പോയെന്ന് വെച്ചാൽ പോയി എന്ന ആ ഒരു വാദത്തോടാണ് എനിക്ക് യോജിപ്പ്. എന്നിരുന്നാലും ഇപ്പോൾ എൻ്റെ നിലപാട്, ഈ ഒരു തീരുമാനം വന്നതിന് ശേഷം എൻ്റെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ധൃതി പിടിച്ച് ഒരു തീരുമാനം എടുക്കുന്നു, അത് തെറ്റായ ഒരു തീരുമാനമാണെങ്കിൽ അതിനേക്കാട്ടിൽ എത്രയോ നല്ലതാണ് ഒരു അല്പം ലേറ്റ് ആയാലും 10 ദിവസം കഴിഞ്ഞാലും ജനഹിതം അറിഞ്ഞ് ജനഹിതം മാനിച്ച് കൃത്യമായ പിഴവുകളില്ലാത്ത ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞാൽ 10 ദിവസം വൈകിയതിലും തെറ്റില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയോ അത് തെറ്റായി പോവുകയും ചെയ്യുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് 10 ദിവസം ലേറ്റ് ആയാലും ഏറ്റവും മികച്ചൊരു തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ചാൽ അത് സാധിച്ചു എന്ന് തന്നെയാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും ഡിലേ ആയിട്ടും ഈ ജനഹിതത്തിന് വിരുദ്ധമായ തീരുമാനമാണ് വന്നതെങ്കിൽ ഈ ഡിലേ ആയതിനെ അതിശക്തമായ ഭാഷയെ വിമർശിക്കേണ്ടി വന്നേനെ. പക്ഷേ ലേറ്റ് ആയാലും മികച്ച തീരുമാനമെടുക്കാൻ സാധിച്ചതിലൂടെ അതിനെ മറികടക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടുണ്ട്. സമ്മർദ്ദങ്ങളെ മറികടന്നൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടുണ്ട്. 10 ദിവസം ലേറ്റ് ആയാലും ഇനി 5 വർഷത്തേക്കുള്ള ഭരണത്തിന് വേണ്ടിയാണല്ലോ. അത് പല തീരുമാനങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ജനഹിതത്തിനനുസരിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഈ ഡിലേ കൊണ്ട് സാധിച്ചു എന്നുള്ളതും ജനാധിപത്യത്തിൻ്റെ മഹത്വമാണ്. ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് കാണിച്ച ആ ധീരതയ്ക്ക് അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കേരള ജനതയുടെ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് എടുത്ത ഈ തീരുമാനത്തിന് ഹൈക്കമാൻഡ് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു.
കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന വി.ഡി. സതീശനും അദ്ദേഹത്തിൻ്റെ ടീമിനും ഭാവി കേരളം ശോഭനമാകുവാൻ തക്ക വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.